ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം, ക്യാപ്റ്റൻസി പ്രഷർ വല്ലാതെ അവരെ പിന്തുടരുമ്പോഴും വളരെ മികച്ച ഒരു സ്കോർ തന്നെയാണ്, അല്ലെങ്കിൽ ലേലത്തിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു മുംബൈ മാനേജ്മെൻറ്റ് കാഴ്ചവെച്ചത്. നമുക്കറിയാം, 17 കോടി രൂപ മാത്രമായിരുന്നു മുംബൈയുടെ ബാലൻസ് പേഴ്സ് എങ്കിൽ പോലും വളരെ മികച്ച ലോകോത്തര നിലവാരത്തിലുള്ള താരങ്ങളെ തന്നെ ഇത്തവണ സ്കോഡിലേക്ക് ആഡ് ചെയ്യാൻ മുംബൈക്ക് കഴിഞ്ഞിരുന്നു. സോ അതിനാൽ തന്നെ മുംബൈയുടെ ഒരു കിഡിലൻ താരത്തിന് ലേലത്തിലൂടെ അവർ കൂടാരത്തിലേക്ക് എത്തിച്ച ഒരു കിഡിലൻ യുവതാരത്തിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം, രോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ നായകൻ്റെ കീഴിൽ 5 തവണ IPL കിരീടങ്ങൾ ഉയർത്തിയ മുംബൈ ഇന്ത്യൻസ് ഇത്തവണ തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ രോഹിത്തിന് പകരം ഹാർദിക് പാണ്ഡ്യ ആണ് ക്യാപ്റ്റൻ എന്നതാണ് വളരെ ശ്രദ്ധേയമായൊരു മാറ്റം. നമുക്കറിയാം, രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയപ്പോൾ മുതൽ മുംബൈക്ക് വിടാതെ പിന്തുടരുന്ന തലവേദനയാണ് ആരാധകർക്കിടയിൽ നിന്ന് പോലുള്ള, അല്ലെങ്കിൽ ടീമിനകത്ത് നിന്ന് പോലുമുള്ള രോഷം. നമുക്കറിയാം, രോഹിത്തിന് ശേഷം ക്യാപ്റ്റൻസി ആഗ്രഹിച്ചിരുന്ന സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ തുടങ്ങിയ സീനിയർ താരങ്ങൾ വരെ ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയെ ചൊല്ലി വിവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ മുംബൈ അതിനെതിരെ മൗനം നടിച്ചിരിക്കുകയാണ്. അപ്പോൾ ജെറാൾഡ് കോഴ്സി മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ലേലത്തിലൂടെ സ്വന്തമാക്കിയ ഒരു കിഡിലൻ യുവ പേസ് ബൗളർ സൗത്ത് ആഫ്രിക്ക ജെറാൾഡ് കോഴ്സിയുടെ ഒരു പ്ലെയർ അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ശരിക്കും ജെറാൾഡ് കോഴ്സി ആഡ് ചെയ്തതോടെ മുംബൈ ഇന്ത്യൻസിന് ശരിക്കും ആ ഒരു പേസ് നിര, അല്ലെങ്കിൽ ആ ഒരു പേസ് ബാറ്ററി വളരെ സ്ട്രെങ്ത് കൂടിയിരിക്കുക എന്ന് പറയാം. സോ അതെല്ലാം വഴിയെ തന്നെ പറയുന്നതായിരിക്കും. സോ ജെറാൾഡ് കോഴ്സി ഒരു റൈറ്റ് ആം ഫാസ്റ്റ് ബൗളർ ഫ്രം സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അരങ്ങേറിയ ഒരു യുവതാരം വളരെ മികച്ച പ്രകടനമായിരുന്നു സൗത്ത് ആഫ്രിക്ക നിരയിൽ കാഴ്ചവെച്ചത്. 8 മത്സരങ്ങൾ കളിച്ച താരം 20 വിക്കറ്റുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ലോകോത്തര താരങ്ങളുടെ പോലും വിക്കറ്റുകൾ പിഴുതേറിയാണ് ഈ ഒരു യുവ പേസ് ബൗളർക്ക് കഴിഞ്ഞിരുന്നു. സോ അതിനാൽ തന്നെ ഐ പി എൽ ലേലത്തിലേക്ക് ആദ്യമേ കടന്നു വന്ന ഈ യുവതാരത്തിന് പിന്നാലെ വമ്പൻ ക്ലബ്ബുകളെല്ലാം ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഭാഗ്യം മുംബൈക്കാണ് ലഭിച്ചത്. 5 കോടി രൂപ മുടക്കിയാണ് മുംബൈ ഇന്ത്യൻസ് കോഴ്സിയെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലേക്ക് പറയുകയാണെങ്കിൽ അവസാനം അദ്ദേഹം T20 മത്സരം കളിച്ചത് ഇന്ത്യക്കെതിരെ ഡിസംബർ 12-ാം തീയതി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 പരമ്പരയിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. വളരെ മികച്ച പ്രകടനമായിരുന്നു അവിടെ അദ്ദേഹം താരം നടത്തിയത്. ഇനി താരത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, താരത്തിൻ്റെ ആദ്യ IPL അല്ല ഇത്. നമുക്കറിയാം, 2021 രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിരുന്ന ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ലിയാം ലിവിങ്സ്റ്റോൺ പരിക്കേറ്റ് പുറത്താകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് പകരം രാജസ്ഥാൻ റോയൽസ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് സ്കോഡിലേക്ക് ആഡ് ചെയ്ത താരമായിരുന്നു ജെറാൾഡ് കോഴ്സി. സോ അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ IPLിലേക്കുള്ള 2ാമത്തെ മടങ്ങിവരവാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസിലൂടെ. നേരത്തെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അദ്ദേഹം IPLിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ മുംബൈയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ IPLിലേക്കുള്ള 2ാമത്തെ മടങ്ങിവരവാണ് മുംബൈ ഇന്ത്യൻസിലൂടെ. നമുക്കറിയാം, അമേരിക്കൻ മേജർ ലീഗ് ക്രിക്കറ്റിൽ ടീം ടെക്സാസ് സൂപ്പർ കിങ്സിന് വേണ്ടിയായിരുന്നു അദ്ദേഹം അവസാനമായി ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 2023 ഈ വർഷമായിരുന്നു അദ്ദേഹം ടെക്സാസിന് വേണ്ടി കളിച്ചത്. നമുക്കറിയാം, 8 മത്സരങ്ങളിൽ നിന്ന് 20 വിക്കറ്റുകളായിരുന്നു ഇക്കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ കോഴ്സി നേടിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ 21 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്, 67 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ബെസ്റ്റ് ബോളിംഗ് ഫിഗർ എന്ന് പറയുന്നത് 5 വിക്കറ്റ് നേടി 56 റൺസ് മാത്രം വഴങ്ങിയതായിരുന്നു. അതിനേക്കാൾ ഉപരി, കരിയർ സ്റ്റാറ്റിനേക്കാൾ ഉപരി കോഴ്സിയെ മുംബൈക്ക് ഏറ്റവും കൂടുതൽ ആവശ്യ ഘടകമായി മാറ്റുന്നത് ജസ്പ്രീത് ബുംറയോടുള്ള ഒരു കോമ്പിനേഷനാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലൊക്കെ വമ്പൻ തുക മുടക്കി മുംബൈ സ്കോഡിലേക്ക് എത്തിച്ച താരമായിരുന്നു ജോഫ്ര ആർച്ചർ. സോ ആർച്ചറിന് അത്ര മോശം പ്രകടനമായിരുന്നെങ്കിൽ തന്നെ ആർച്ചറിനെ ഇത്തവണ മുംബൈ റിലീസ് ചെയ്തിരുന്നു. സോ ആർച്ചറിന് പകരം ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യയുടെ വെടിക്കെട്ട് ബോളർക്കൊപ്പം കൂട്ടായി ഒരു മികച്ച യുവതാരം, വളരെ മികച്ച കരിയർ സ്റ്റാറ്റുകളുള്ള കോഴ്സി കൂടി ആ ഒരു ബുംറയ്ക്കൊപ്പം എത്തുന്നതോടുകൂടി ശരിക്കും മുംബൈയുടെ ആ ഒരു പേസ് അറ്റാക്കിംഗ് ഡ്യുവോ വളരെ സ്ട്രെങ്തായി മാറിയിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറയും ജെറാൾഡ് കോഴ്സിയും അടങ്ങുന്ന ഒരു മുംബൈയുടെ ഒരു പേസ് ഡ്യുവോ വളരെ മികച്ച രീതിയിൽ തന്നെ മുംബൈക്ക് വേണ്ടി വാങ്കഡയുടെ മണ്ണിൽ വിക്കറ്റുകൾ പിഴുതെറിയാൻ കെൽപ്പുള്ള 2 മികച്ച താരങ്ങൾ ബുംറയ്ക്കൊപ്പം കോഴ്സി കൂടി എത്തിയതോടുകൂടി ഇനി അതോടൊപ്പം തന്നെ ജെറാൾഡ് കോഴ്സിക്കും ജസ്പ്രീത് ബുംറയ്ക്കും പുറമേ തന്നെ ദിൽഷൻ മധുചനങ്ക തുടങ്ങിയ ശ്രീലങ്കൻ യുവതാരം നുവാൻ തുഷാര തുടങ്ങിയ മറ്റ് മികച്ച പ്ലെയേഴ്സ് മുംബൈയുടെ പേസ് നിരയ്ക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ സ്കോഡിലുണ്ട്. സോ അതിനാൽ തന്നെ കോഴ്സിയും ബുംറയും അടങ്ങുന്ന മികച്ച ഡ്യുവോ, ഇവർക്ക് പുറമെ ദിൽഷൻ മധുചനങ്ക, നുവാൻ തുഷാര തുടങ്ങിയ യുവതാരങ്ങൾ കൂടി ചേരുന്ന മുംബൈയുടെ പേസ് ഡ്യുവോ, അല്ലെങ്കിൽ പേസ് അറ്റാക്കിംഗ് നിര എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളത് തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.